കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കാഴ്ചയാണ്. ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ മഴയത്ത് ആർത്തുല്ലസിച്ച് കളിക്കുന്നു. അപ്പോൾ ഗ്രൗണ്ട് മുഴുവൻ ചെളിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ചെളിയിൽ അവർ കിടന്ന് ഉരുളുകയാണ്. അവർ കിടന്ന് ഉരുളുന്നത് മാത്രമല്ല, അവർ കൂട്ടുകാരെ അതിലേക്ക് തള്ളിയിടുന്നു. എല്ലാവരും അങ്ങോട്ട് കിടന്ന് ചെളിവാരി എറിയുന്നു. ആകെ മൊത്തം ആഘോഷം. ഇപ്പം എൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു അധ്യാപകൻ പെറുപിറുത്തു. ഡിസിപ്ലിൻ ഇല്ല. ശരിക്കും ഇന്നത്തെ കവിത അദ്ദേഹം ഒന്ന് കേൾക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പല രക്ഷകർത്താക്കളും നമുക്കും ഇങ്ങനൊരു ആധിയുണ്ട്. അതായത് മക്കൾ പഠിക്കുന്നില്ല, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, അവരുടെ ശ്രദ്ധ പാളുന്നു തുടങ്ങിയ പരാതികളാണ്. അങ്ങനെയുള്ള രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ കവിത അവതരിപ്പിക്കുന്നത്. കേട്ടു നോക്കൂ. ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടെന്ന് ഖ്യാതി കേൾപ്പിക്കുന്ന രാജ്യമാണ് ഫിൻലൻഡ്. അവിടെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, 7ാമത്തെ വയസ്സിലാണ് കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു ദിവസം ഏതാണ്ട് 4.5 മണിക്കൂർ അവന് പഠിച്ചാൽ മതി. അതായത് 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവന് 1 മണിക്ക് വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ പോയി കളിക്കാം. അതുപോലെ 45 മിനിറ്റാണ് ഒരു പീരീഡ്. ആ 45 മിനിറ്റ് കഴിഞ്ഞാൽ 15 മിനിറ്റ് നിർബന്ധമായും അവൻ പുറത്തു പോയി കളിച്ചിരിക്കണം. കളിക്കുകയോ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുകയോ എന്ത് വേണേലും ചെയ്യാം. പുറത്തു പോയി പൂമ്പാറ്റകളെയും അതുപോലെ കിളികളെയും നോക്കി നടക്കാം, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കാം. അവന് ഒരുപാട് ഓപ്ഷൻസാണ്. അത് കഴിഞ്ഞ് ആണ് അവൻ അടുത്ത അവർ തുടങ്ങുന്നത്. അതുപോലെ ഏതാണ്ട് 16ാമത്തെ വയസ്സ് വരെ ഒരു സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ഇല്ല. അവൻ്റെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന, സീരിയസ് ആയിട്ട് പരീക്ഷിക്കുന്നൊരു ടെസ്റ്റ് ഇല്ല. ഒരു സമ്മർദ്ദവും കൂടാതെ അവനിങ്ങനെ പഠിച്ചു പോരും ആ 16ാമത്തെ വയസ്സ് വരെ. നമ്മുടെ നാട്ടിലെ സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 4ാം ക്ലാസ് തന്നെ അവിടെ എത്തുമ്പോഴേ പിന്നീട് നമ്മളിങ്ങനെ ഈ കുതിരകളുടെ സൈഡിലിങ്ങനെ ഇത് കെട്ടുന്നത് പോലെ കൃത്യമായിട്ട് അവന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മളിങ്ങനെ നീറ്റ്, കീം, ഒരുപാട് സംഭവങ്ങളില്ലേ, അതിലേക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്താണ് കൊണ്ടുവരുന്നത്. എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് തന്നെ എനിക്കറിയാം. എന്തൊരു സമ്മർദ്ദമാണെന്ന് അറിയൂ. അതായത് അമ്മമാർക്ക്, അച്ഛന്മാർക്ക് അവന് നീറ്റിൻ്റെ സ്കോറ്, കീമിൻ്റെ സ്കോറ്, ഇതൊക്കെ അറിഞ്ഞ് ഉള്ള സമ്മർദ്ദം ഞാൻ നേരിട്ട് കാണുന്നതാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു രീതിയേ ഇല്ല. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ പേരൻസ്, കുട്ടികളെപ്പോലെ തന്നെ പേരൻസും സിമ്പതി അർഹിക്കുന്നുണ്ട്. 2 പേർക്കും സമ്മർദ്ദമാണ്. പക്ഷേ ഈ സമ്മർദ്ദമൊക്കെ കൊണ്ട് നമ്മൾ എങ്ങനെയുള്ള തലമുറയാണ് സൃഷ്ടിക്കുന്നത്? ബില്ലി കോളിൻസിൻ്റെ ഈ കവിതയൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ബില്ലി കോളിൻസ് അമേരിക്കയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന കവികളിൽ ഒരാൾ. US പോയറ്റ് ലോറിയറ്റ് ആയിരുന്നു അദ്ദേഹം. കോളിൻസിൻ്റെ കവിതകൾ അക്കാഡമിക്കേ അല്ല, ഒരു ചങ്ങാതി വന്ന് നമ്മുടെ ചെവിയിൽ പറയുന്നത് പോലെ നമുക്ക് തോന്നും ഈ കവിത വായിക്കുമ്പോൾ. ഒരു ഒബ്സർവേഷനിൽ നിന്ന് ഒരു വലിയ സത്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന കവിതകൾ. അതിൽ ഹ്യൂമർ ഉണ്ടാകും. അതുപോലെ ലൈറ്റ്നെസ്, വളരെ ലളിതമായിരിക്കും പല കവിതകളും. പക്ഷേ ആ ലാളിത്യത്തിൻ്റെ അടിയിൽ ഒരു there'll be a profound question, there'll be a profound truth. ഈസോപ്പിൻ്റെ ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾക്കറിയാമെന്ന വിശ്വാസത്തോടെ ഈ കുഞ്ഞു കവിത ഞാൻ അവതരിപ്പിക്കുന്നു. Just as the hare is sipping across the finish line, the tortoise has stopped once again by the roadside. ആദ്യ വരി, just as the hare is sipping across the finish line. ആ സിപ്പിങ്, അതാ വേഗത്തെ കാണിക്കുന്നതാണ്. അത്ര വേഗത്തിലാണ് അത് ഫിനിഷ് ലൈനിലെത്തിയത്. ബട്ട് we the readers wonder, where is the tortoise? എവിടെ ആമ? stopped once again by the roadside. ഒരിക്കൽ കൂടി അത് വഴിയരികിൽ നിന്നു. വൺസ് അഗെയിൻ. അപ്പോൾ ആ ആമയെ സംബന്ധിച്ച് അത് അതിൻ്റെ ശീലമാണ്, വഴിയരികിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഈ ഓട്ടപ്പന്തയത്തിൽ നിന്ന്
ഓട്ടപ്പന്തയത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് അതതിൻ്റെ ശീലമാണ്. ദ ടോട്ടസ്. ആസ് ഇറ്റ് റെഫ്യൂസസ് ടു കമ്പീറ്റ്, we suddenly realize that this is not the tortoise in the Aesop story. ഇത് ആ കഥയിലെ ടോട്ടസ് അല്ല, ആമയല്ല. അതിലെ ആമയാണ്, ആ മത്സരത്തിൽ ആമ വിജയിക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബട്ട് ദിസ് വൺ റെഫ്യൂസസ് ടു കമ്പീറ്റ്. പിന്നെ അത് എന്താണ് ചെയ്യുന്നത്? ദിസ് ടൈം ടു സ്റ്റിക്ക് ഔട്ട് ഹിസ് നെക്ക് ആൻഡ് നിബിൾ എ ബിറ്റ് ഓഫ് സീഡ് ഗ്രാസ്. സ്റ്റിക്ക് ഔട്ട് ഹിസ് നെക്ക്, ആ ഒരു ആക്ട് വൾണറബിലിറ്റിയുടെ, ഓപ്പൺനെസ്സിൻ്റെ, ക്യൂരിയോസിറ്റിയുടെ ഒരു ജസ്റ്ററാണ്. നമ്മുടെ കുട്ടികളിൽ ഭൂരിപക്ഷം പേരും അവർ നിൽക്കുന്ന സേഫായ തോടുകളിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കാൻ ഭയമുള്ളവരാണ്. നമ്മൾ കൊടുക്കുന്ന സമ്മർദ്ദം, കൊടിയ സമ്മർദ്ദം കാരണമാവാം. ചുറ്റുമുള്ളതൊന്നും കാണാതെ ആസ്വദിക്കാതെ അവരാ മത്സരത്തിൻ്റെ ഭാഗമായി ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ദ ടോട്ടസ് dares to stop. It leaves its competition and then it sticks its neck out. So bold, so daring, because it wants to taste the sweet grass. A tiny joy, a conscious choice. ആ ആമയുടെ കണ്ണിൽ ഫിനിഷ് ലൈനില്ല, നീറ്റും കീമുമില്ല. അതിന് വേണ്ടത് ആ സ്വീറ്റ് ഗ്രാസാണ്, പ്രകൃതിയാണ്. ചെളിയിൽ കിടന്ന് ഉരുളുക എന്നുള്ള ആ സന്തോഷം മാത്രമാണ് അതിനാവശ്യം. Unlike the previous time when he was distracted by a bee humming in the heart of a wildflower, so this is not the first time the tortoise is doing this, opting out of a competition. Last time he was distracted by a bee humming from the heart of a wildflower. അതായിരുന്നു കഴിഞ്ഞ തവണ. Now look at the title of the poem, My Hero. For Billy Collins, living authentically is the point. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അറ്റ് ദി എൻഡ് ജീവിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ, ഒന്നും ആസ്വദിക്കാൻ, നമ്മളെ ചൈൽഡ്ഹുഡും ഒക്കെ ആസ്വദിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ, വാട്ട് ഇസ് ദി പോയിൻറ്റ്? അപ്പം ഏറ്റവും വലിയ ഹീറോയിസം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ കണ്ട്, ചുറ്റുമുള്ള മനുഷ്യരെ അറിഞ്ഞ് നമ്മൾ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. ഇവിടെ ആ പുൽനാമ്പിന് നുണയാൻ, അല്ലെങ്കിൽ ആ വണ്ടിൻ്റെ മൂളൽ കേൾക്കാൻ ആ നിൽക്കുക, അത് വല്ലാത്തൊരു ധൈര്യപ്പെടലാണ്. കാര്യം മറുഭാഗത്ത് വല്ലാത്ത സമ്മർദ്ദമാണ്. നീ വേറൊന്നിൽ നോക്കരുത്, നീ പഠിക്കണം, കീമിൻ്റെ എക്സാം വരുന്നു, നീറ്റിൻ്റെ എക്സാം വരുന്നു. ഈ ഒരു സമ്മർദ്ദം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഹി ഡേഴ്സ് ടു സ്റ്റോപ്പ് and then enjoys the world out there. That is my hero for the poet. ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അഥവാ DMN എന്ന് വിളിക്കുന്നൊരവസ്ഥയുണ്ട്. അതായത് യു ഫോക്കസ് ഓൺ വൺ തിങ്, നമുക്കറിയാം, അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടേയിരിക്കും. ആ ഏകാഗ്രത മാറ്റിവെച്ച് മനസ്സിനെ വല്ലപ്പോഴും അലഞ്ഞു തിരിയാൻ വിട്ടാൽ നമ്മുടെ ബ്രെയിൻ കൂടുതൽ സജീവമാകും എന്നാണ് കണ്ടെത്തൽ. ഇറ്റ് ബിക്കംസ് മോർ ക്രിയേറ്റീവ്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് യു ആർ ഫോക്കസ്ഡ്, ഇഫ് യു എൻഗേജ് ഇൻ എ കോമ്പറ്റീഷൻ, ഈ DMN ലെവൽ താഴുകയും ചെയ്യും. ഫിൻലൻഡിലെ ഹെൽസിങ്കിയിൽ അധ്യാപകനായി ജോലിക്ക് പോയ ഒരു അമേരിക്കക്കാരൻ എഴുതിയിരുന്നു. അദ്ദേഹം ഹി ഹാഡ് പ്രോബ്ലംസ് വിത്ത് ദോസ് ഇൻ ദ 15 minutes ബ്രേക്ക്. അത് ഹി കൺസിഡേർഡ് ദം ആസ് എ വേസ്റ്റ് ഓഫ് ടൈം. 45 മിനിറ്റ് പഠിച്ചിട്ട് 15 മിനിറ്റ് കുട്ടികളുടെ അടുത്ത് വെളിയിൽ പോകാൻ പറയാമെന്ന് അസംബന്ധം. അതായിരുന്നു അദ്ദേഹം. ബട്ട് ദെൻ ഹി നോട്ടീസ് സംതിങ്. അതായത് ദ ചിൽഡ്രൻ ഹൂ കെയിം ബാക്ക് ആഫ്റ്റർ ദ ബ്രേക്ക്, ദേ വേർ മോർ ഫോക്കസ്ഡ്, ദേ വേർ മോർ ക്യൂരിയസ് ആൻഡ് ദേ എൻഗേജ് വിത്ത് ദ സ്റ്റഡീസ് മോർ ഇഫക്റ്റീവ്ലി. ആ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് എനിത്തിങ് അവേ ഫ്രം ദ ലേണിംഗ്. ഇൻഫാക്റ്റ് ആ ബ്രേക്കാണ് ആ ലേണിംഗ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്നത്. നമുക്കൊക്കെ ഈ വെളിച്ചം എന്നാണ് കിട്ടുന്നത്?